नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम क्या पढ़ा था, याद है ना? हाँ, मुझे लगता है तुम सबको याद है। हम एक कहानी पढ़ा था, कहानी का नाम था ആശ, है ना? അപ്പോൾ ആശ എന്ന പേരിലൊരു കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യണം. അതിനു മുൻപായിട്ട് ഒരു ഗ്രാമർ, ഒരു വ്യാകരണം ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് പഠിച്ച ഒരു പാഠവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ചാപ്റ്റർ 5 സങ്കൽപ്പ് നമ്മളൊരു പോയം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ തന്നെ ഒരു ഗ്രാമർ പോർഷനാണ്, ഒരു വ്യാകരൺ പോർഷനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 33 എടുക്കുക. ओके, അപ്പോൾ നിങ്ങൾ इससे पहले तुम लोग संज्ञा, सर्वनाम, विशेषण, लिंग, वचन ऐसे बहुत अधिक व्याकरण भाग पढ़ चुका था അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വ്യാകരണം പഠിച്ചിട്ടില്ലേ? അതിനകത്ത് സംജ്ഞ പഠിച്ചിട്ടുണ്ടാകും, സർവനാം പഠിച്ചു, അതുപോലെ തന്നെ വചൻ പഠിച്ചിട്ടുണ്ടാകും, ലിങ്ക് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ശരിക്കും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഒരു പ്രത്യേകിച്ചെടുത്ത് നമ്മൾ പഠിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. क्या है? कारक. क्या है? കാരക്. എന്താ പറയുന്നത്? കാരക്. അപ്പോൾ കാരക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, പേജ് നമ്പർ 33. देखो 33ാമത്തെ പേജിൽ പാഠ്സേ ഭാഷ എന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പാഠ്സേ ഭാഷ. ദിയേ ഗേ വാക്യോ മേം ആയേ രംഗീൻ ശബ്ദോं को പഠിയേ. താഴെ തന്നിട്ടുള്ള നിറം കൊടുത്തിട്ടുള്ള ശബ്ദങ്ങൾ വായിച്ചാലും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഹം ഉൻകോ गले लगाएंगे. तो यहाँ कौन सा शब्द है? रंगीन शब्द. हाँ, को അല്ലേ? കോയാണ് ഇവിടെ നിറത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? റെഡ് കളറിൽ ലാൽ നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. then उसके बाद हम उन पर सुख बरसाएंगे. हम उन पर सुख बरसाएंगे. ഇവിടെയോ? ഇവിടെ പർ എന്നുള്ള ശബ്ദത്തിനും എന്ത് കൊടുത്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ശബ്ദങ്ങളുടെ പ്രത്യേകത? കോ, പർ, എന്താ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? इन वाक्यों में आए रंगीन शब्द को और पर ऐसे शब्दों को हम कारक शब्द कहते हैं. क्या? कारक चिन्ह कहते हैं. क्या कहते हैं? हम इन शब्दों को कारक चिन्ह कहते हैं. ഇങ്ങനെയുള്ള ചിഹ്നങ്ങളെയാണ് നേ, കോ, സേ, മേം, പർ, കെ ലിയേ, ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരക ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരക ചിഹ്നങ്ങൾ. എങ്ങനെയാണ് കാരക ചിഹ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ടുള്ളത്? എങ്ങനെയാണ്? ഏതെങ്കിലും സെൻറ്റൻസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഒരു ശബ്ദം മറ്റൊരു ശബ്ദവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാരക ചിഹ്നങ്ങൾ ചേർക്കുന്നത്. ശരിയല്ലേ? ഇപ്പോൾ നമുക്ക് പറയാം രാം കെ എന്താണ്? കപ്പട. राम का कपड़ा, रामന്റെ वस्त्र. और वैसे भी राजू को आज बुखार है. राजू को आज बुखार है. അവിടെ എന്താണ്? നമ്മൾ കോ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? वैसे भी बच्चे खिलौने से खेल रहे हैं. കണ്ടോ? बच्चे खिलौने से एक कारक चिन्ह है. वैसे भी अमित ने कल आम खाए थे. ने एक कारक चिन्ह है. वैसे भी कल रीना साइकिल से गिर गई. से वहाँ कारक चिन्ह है ना? അപ്പോൾ എന്താണ് ഈ കാരക ചിഹ്നം? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി. ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായിട്ടുണ്ട്? പരസ്പരം ശബ്ദങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് കാരക ചിഹ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ മാത്രമേ നമുക്ക് അർത്ഥപൂർണമായിട്ടുള്ള ഒരു വാക്യം കിട്ടുകയുള്ളൂ. നമുക്ക് നോക്കാം എന്താണെന്ന്. സംജ്ഞ യാ സർവനാം കെ ജിസ് രൂപ സെ. സംജ്ഞയുടേതോ സർവനാമിൻ്റെയോ ഏതൊരു രൂപത്തെയാണോ വാക്യക്കെ ദൂസരേ ശബ്ദോ കെ സാത്ത്, വാക്യത്തിലെ മറ്റ് ശബ്ദവുമായിട്ട് ഉസ്ക സംബന്ധ കാ പതാ ചൽത്താ ഹെ, അതുമായി തമ്മിലുള്ള ഇതും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് അങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരക ചിഹ്ന യാ കാരക ശബ്ദ कहते हैं. क्या है? संज्ञा या सर्वनाम के जिस रूप से वाक्य के दूसरे शब्दों का संबंध का पता
चला है तो उसे कारक शब्द कहलाते हैं. അപ്പോൾ സഖ്യയുടെയും സർവനാമിൻ്റെയും എന്താണ് ഒരു സെൻറ്റൻസിലെ തന്നെ മറ്റു ശബ്ദങ്ങളുമായിട്ട് അതിനുള്ള ബന്ധം കാണിക്കുന്നത് ഈ സംഖ്യയും സർവനാമവും മറ്റുള്ള ശബ്ദങ്ങളുമായിട്ട് തമ്മിലുള്ള ആ ഒരു സംബന്ധം കാണിക്കുക, അതിലൂടെ ഒരു അർത്ഥം കിട്ടുക, ഇങ്ങനെയുള്ള ശബ്ദം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാരക ചിഹ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ 8 പ്രകാർ കി കാരക് ഹെ, 8 പ്രകാരത്തിലുള്ള കാരകങ്ങളുണ്ട്. ഏതൊക്കെയാണ് നോക്കിക്കോളൂ. കർത്താകാരക്, കർമ്മകാരക്, करण कारक, संप्रदान कारक, अपादान कारक, अधिकरण कारक, संबंध कारक और संबोधन कारक. കണ്ടോ 8 കാരകമുണ്ട്. ഏതൊക്കെയാണ്? കർത്താകാരക്, കർമാകാരക്, करण कारक, संप्रदान कारक, अपादान कारक, संबंध कारक, संबोधन कारक और अधिकरण कारक. 8 കാരകങ്ങളുണ്ട്. അപ്പോൾ ഈ 8 കാരകങ്ങൾക്കും ഓരോ ചിഹ്നങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. പെഹല കർത്താകാരക്. കർത്താകാരകിൻ്റെ ചിഹ്നമാണ് നെ. കർത്താകാരകിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കർത്താകാരക് ഒരു സെൻറ്റൻസിൽ നെ എന്നുള്ള ഒരു ചിഹ്നം വരികയാണെങ്കിൽ എന്താണ്? കർത്താകാരക് വന്നിട്ടുള്ള സെൻറ്റൻസ് ആണ് കർത്താകാരക് നെ. और कर्म को करण से के द्वारा, संप्रदान को के लिए, अपादान से और उसके बाद संबंध का के की और अधिकरण में पर अंदर और संबोधन कारक अरे रे. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരക ചിഹ്നങ്ങൾ. ഏതൊക്കെയാണ്? ആദ്യത്തേത് കർത്താകാരക്, അതിൻ്റെ ചിഹ്നം കാരക ചിഹ്നം എന്ന് പറയുന്നത് നെ ആണ്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചു? കിസ്നെ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പം ക്വസ്റ്റ്യൻ വരുന്നത് സെൻറ്റൻസ് വേർഡിങ്സ് വരുമ്പോൾ നമുക്ക് കിസ്നെ. ഓക്കെ. ഒരു ഇതെങ്ങനെ പ്രയോഗിക്കുക ഒരു സെൻറ്റൻസിൽ? ഇതിൽ അമിത് നെ കൽ ആം ഖായേ ഥേ. അമിത് ഇന്നലെ മാങ്ങ കഴിച്ചിരുന്നു. അമിത് ഇന്നലെ മാങ്ങ കഴിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് കണ്ടോ അമിത് നെ. ആ നെ എന്ന് പറയുന്നത് എന്താണ്? കർത്താകാരകാണ് അല്ലേ? കർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഈ ചിഹ്നം വരുന്നത്, കർത്താകാരക്. और उसके बाद कर्म कारक. कारक चिन्ह क्या है? को. कारक चिन्ह को. किसको, यहाँ क्वेश्चन वर्ड है किसको. और प्रयोग राजू को आज बुखार है. രാജു കോ ആജ് ബുക്കാർ ഹെ. രാജുവിന് ഇന്ന് പനിയാണ്. ബുക്കാർ പനി. രാജുവിന് ഇന്ന് പനിയാണ്. അപ്പോൾ രാജുവിന് ന് എന്ന് നമ്മളിവിടെ പറയുകയാണ്. കണ്ടോ ഈ ന് എന്നുള്ളതാണ് എന്തിൻ്റെ അർത്ഥം? ഈ കോ എന്ന ചിഹ്നത്തിൻ്റെ അർത്ഥം. രാജുവിന്. ഇപ്പം നമ്മൾ പറയാണ് രാജു ആജ് ബുക്കാർ ഹെ. രാജു ആജ് ബുക്കാർ ഹെ. ഈ ഒരു സെൻറ്റൻസ് ആകുമോ? അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? രാജു രാജു തന്നെയാണ്. ആജ് ഇന്ന്. ബുക്കാർ എന്താണ്? പനി. രാജു ഇന്ന് പനി. അപ്പോൾ രാജു ഇന്ന് പനി എന്ന് മാത്രം, 3 ശബ്ദങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ അല്ലേ? ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, അതിനൊരു അർത്ഥം കിട്ടണമെങ്കിൽ അവിടെ എന്ത് വരണമായിരുന്നു? കോ എന്നുള്ള കാരക ചിഹ്നം വരണമായിരുന്നു. ശരിയല്ലേ? അതുകൊണ്ടാണ് രാജുവിന് ഇന്ന് പനിയാണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായ ഒരു പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ലേ? അതെ. ദ നെക്സ്റ്റ് കരൺ കാരക് സേ കെ ദ്വാര. അപ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ ഏതാണ്? കരൺ കാരക് സേ കെ ദ്വാര. അപ്പോൾ ഏതൊരു സെൻറ്റൻസിലും ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഏത് കാരകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നേ ആണെങ്കിൽ കർത്താകാരക്, കോ ആണെങ്കിൽ കർമ്മകാരക്, और കരൺ കാരക് എന്താണ്? സേ അല്ലെങ്കിൽ കെ ദ്വാര. ഓക്കെ. യഹാ ദേഖോ കിസ് സേ കിസ്കെ ദ്വാര. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാം? കിസ്സേ കിസ്കെ ദ്വാര എന്നീ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ പ്രയോഗിക്കാം? ബച്ചേ ഖിലൗനെ സേ ഖേൽ രഹി ഹെ. ഇപ്പോൾ ഇവിടെ സേ ഒഴിവായിക്കൊണ്ട് നമ്മളിത് പറയുകയാണെങ്കിൽ ഇതിൽ അർത്ഥമുണ്ടോ? നോക്കൂ. ബച്ചെ കുട്ടികൾ, ഖിലൗനെ കളിപ്പാട്ടം, ഖേൽ രഹേ ഹെ കളിക്കുന്നു. ബച്ചെ കുട്ടികൾ കളിപ്പാട്ടം കളിക്കുന്നു. കുട്ടികൾ കളിപ്പാട്ടം കളിക്കുന്നു. ഈ സേയുടെ അർത്ഥം വരുമ്പോഴോ കുട്ടികൾ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നു. അപ്പോൾ സേയുടെ അർത്ഥം അവിടെ എന്തായി? കൊണ്ട്. അതായത് ഈ 2 ശബ്ദങ്ങളെ തമ്മിൽ ചേർക്കാൻ, അതിനൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിച്ചു? കൊണ്ട് എന്നുള്ളൊരു പദം ഉപയോഗിച്ചു. കൊണ്ട് എന്നുള്ളത് എന്താണ്? സേയുടെ അർത്ഥമാണ്, മീനിങ് ആണ്. ഓക്കെ. അപ്പോൾ കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നു. അപ്പോൾ സേയുടെ അർത്ഥം എന്താണ്? കൊണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു കൃത്യമായ അർത്ഥം കിട്ടണമെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കണമായിരുന്നു? നമ്മുടെ ഈ ഒരു കാരക ചിഹ്നത്തെ ഉപയോഗിക്കണമായിരുന്നു. അത് ഏത് കാരകാണ്? കരൺ കാരക്. ഓക്കെ. കരൺ കാരക്. उसके बाद संप्रदान कारक को के लिए. को के लिए. किसके लिए? किसको? ആർക്ക് വേണ്ടി?
എന്നുള്ള അർത്ഥമാണ്. കിസ്കെ ലിയെ കിസ്കോ. देखो മാമാജി रोहन के लिए मोबाइल लाए. മാമാജി रोहन के लिए मोबाइल लाए. മാമാജി രോഹൻ മൊബൈൽ. മാമാജി രോഹൻ മൊബൈൽ. ഈ കേലിയ എന്ന് പറയുന്ന മീനിങ് അവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് അർത്ഥമില്ല അല്ലേ. അപ്പോൾ കേലിയ വന്നതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എങ്ങനെയായി മാറി? മാമാജി രോഹനു വേണ്ടി മൊബൈൽ കൊണ്ടുവന്നു. അപ്പോൾ കേലിയ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? വേണ്ടി. അപ്പോൾ കേലിയ എന്നുള്ള കാരകചിഹ്നം ഇവിടെ വന്നതുകൊണ്ടാണ് ഈ സെൻറ്റൻസിന് എന്തുണ്ടായത്? ഒരു അർത്ഥമുണ്ടായത്. അതല്ലെങ്കിലോ ഇത് 2-3 ശബ്ദശകലങ്ങളായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും. ശരിയല്ലേ? സമ്പ്രദാൻ കാരക് ഏതാണിത്? കേലിയെ കോ എന്ന് വരുമ്പോൾ സമ്പ്രദാൻ കാരകാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഉസ്കെ ബാദ് അബാദാൻ കാരക്. അബാദാൻ കാരക് സേ ആണ് വരുന്നത്. കഹാ സേ. കൽ റീന സൈക്കിൾ സെ ഗിർ ഗയി. ഇന്നലെ റീന സൈക്കിളിൽ നിന്ന് വീണു അല്ലേ. ഇന്നലെ റീന സൈക്കിളിൽ നിന്ന് വീണു. അപ്പോൾ ഇവിടെ നിന്നു, നിന്ന്, സൈക്കിളിൽ നിന്ന്. ഈ സേ ഇവിടെ ഇല്ലെങ്കിലോ ഇന്നലെ റീന സൈക്കിൾ വീണു, ഇന്നലെ റീന സൈക്കിൾ വീണു. അപ്പോൾ അവിടെ ഒരു വ്യക്തതയില്ല. റീനയാണോ വീണത് അതോ സൈക്കിളാണോ വീണത്? നമുക്ക് വ്യക്തതയുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെയോ കൽ റീന സൈക്കിൾ സേ ഗിർ ഗയി. ഇന്നലെ റീന സൈക്കിളിൽ നിന്ന് വീണു എന്നുള്ളൊരർത്ഥം നമുക്കിവിടെ കിട്ടുന്നു. ശരിയല്ലേ? അപ്പോൾ സേ എന്ന് കാണുമ്പോൾ എന്ത് അബാദാൻ കാരകാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഉസ്കെ ബാദ് സംബന്ധ കാരക് കാ കി കെ. അതിനകത്ത് തന്നെ ഉണ്ട് സംബന്ധം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ പുല്ലിംഗം ഏകവചനമാണെങ്കിൽ കാ ഉപയോഗിക്കാം. പുല്ലിംഗ് ബഹുവചൻ ഹേ തോ കെ. സ്ത്രീലിംഗ് ഏകവചൻ ഹേ തോ കി. സ്ത്രീലിംഗ് ബഹുവചൻ ഹേ തോ കി. ഓക്കെ. അതായത് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ കാ ഉപയോഗിക്കാം, പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ കെ ആണ് ഉപയോഗിക്കുക. സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ കി, സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിലും കി തന്നെയാണ് ഉപയോഗിക്കാം. കിസ്ക, കിസ്കെ, കിസ്കി. സുരേഷ് കാ ഭായി കമലേഷ് ഹേ. സുരേഷിൻ്റെ സഹോദരൻ കമലേഷ് ആണ്. അപ്പോൾ ഇൻ്റെ ഇവിടെ ഈ കാ കേക്കിയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇൻ്റെ ഉടേ ഉള്ള എന്നുള്ളതാണ്. സുരേഷിൻ്റെ, അവനോടുള്ള, ഇൻ്റെ ഉടേ ഉള്ള, അവനുള്ളത്, അവൾക്കുള്ളത്. പറയല്ലേ ഉസ്കി ഹേ, ഏ പാനി ഉസ്കി ഹേ, ഈ വെള്ളം അവളുടേതാണ്, അവൾക്കുള്ളതാണ്. നമുക്ക് പറയാൻ പറ്റില്ലേ? അതുപോലെ. ഓക്കെ. അപ്പോൾ കാക്കേക്ക് എവിടെ കണ്ടാലും പറയുക എന്ത്? സംബന്ധകാരകാണ് അല്ലേ. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ ആ ഒരു ശകലങ്ങൾ തമ്മിൽ ചേരണമെങ്കിൽ ആര് വേണം? കാക്കേക്ക് ഇവിടെ വേണം അല്ലേ. then उसके बाद അധികരൺ കാരക് മേം പർ, പുറത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്നുള്ള അകത്താണ് ഇവിടെ വരുന്നത്. പുറത്ത് അല്ലെങ്കിൽ ഉള്ളിൽ. देखो किस में किस पर कहा, ആരിലാണ് ആരുടെ പുറത്താണ് എന്നുള്ള അർത്ഥം. കമരേ മേം ചൂഹേ ഹേ. കമരേ മേം ചൂഹേ ഹേ, മുറിയിൽ എന്തുണ്ട്? എലിയുണ്ട്. കമരേ മേം ചൂഹേ ഹേ, മുറിയിൽ എലിയുണ്ട്. ഇപ്പോൾ ഇവിടെ പറയാണ് കമരേ ചൂഹാ ഹേ, മുറി എലി ഇന്നേ ആവുന്നുള്ളൂ അല്ലേ. ഇവിടെ മേം വരുമ്പോഴാണ് അവിടെ എന്തായത്? കമരേ മേം ചൂഹാ ഹേ, മുറിയിൽ എലിയുണ്ട് എന്നുള്ള കൃത്യമായ അർത്ഥം വരുന്നുള്ളൂ. അതുപോലെ മേസ് പർ കിതാബ് ഹേ, മേസ് പർ കിതാബ് ഹേ, മേശയുടെ പുറത്ത് ബുക്കുണ്ട്. മേസ് പർ കിതാബ് ഹേ, മേശയുടെ പുറത്ത് ബുക്കുണ്ട്. അവിടെ നമുക്കത് ഉപയോഗിക്കാം. ലാസ്റ്റ് വൺ സംബോധൻ ഹേ അരെ. ഇത് നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. സംബോധൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ സംബോധിക്കുക, ഒരാളെ വിളിക്കുകയാണ്. ഒരാളെ വിളിക്കുക, സംബോധന ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഹേയോ അല്ലെങ്കിൽ ആരെയോ ഉപയോഗിക്കുക. ഹേ ഇധറാവോ, ഹേ ഇധറാവോ, അല്ലയോ ഇവിടെ വരൂ നമ്മൾ പറയില്ലേ. അരേ രാധ തും കബായി, അരേ രാധ നീ എപ്പോഴാണ് വന്നത്. അപ്പോൾ രാധയെ നമ്മളവിടെ സംബോധന ചെയ്യാണ്. അരേ രാധ. രാധ എന്ന് മാത്രമല്ല അരേന്ന് കൂടി നമ്മളവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? സംബോധൻകാരകാണ്. അപ്പോൾ ഹേ രേ അരേ എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് പറയുക? സംബോധൻകാരകാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഈ സെൻറ്റൻസിനകത്ത് ഏത് കാരക ചിഹ്നമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ സെൻറ്റൻസിൻ്റെ ഈ കാരക ചിഹ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക. ഇത് പരസ്പരം എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. ദെൻ ഉസ്കെ ബാദ് യഹാ एक टेक्स्ट बुक एक्सरसाइज भी है. दिए गए കാരക ചിഹ്നോं के प्रयोग से वाक्य बनाइए. താഴെ കൊടുത്തിട്ടുള്ള കാരക ചിഹ്നങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. കെ ലിയേ പർ സേ കോ കി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഞാനൊന്ന് പറയാം. കെ ലിയേ ഉസ്കെ ലിയേ മേ ദൂത്ത് ലേക്കർ ആയി. അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊണ്ടുവന്നു? പാല് കൊണ്ടുവന്നു. കെ ലിയേ വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി പാല് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ വേണ്ടി. ഓക്കെ. देन पर, मेज़ पर किताब है, मेज़ पर पेंसिल है, मेज़ पर पेन है, कलम है, मेज़ पर किताब है. ओके. അപ്പോൾ
മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിൻ്റെങ്കിലും മുകളിലായിട്ട് കുർസി പർ ബാഗ് ഹെ, കുർസിയുടെ കസേരയുടെ പുറത്ത് എന്തുണ്ട്, ബാഗുണ്ട്, അങ്ങനെ പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, പർ എന്നുള്ള ചിഹ്നം ഉപയോഗിക്കാം. ഈ പർ എന്താണ്, അധികരൺ കാരകാണ്. ഓക്കെ, then उसके बाद से राम से बोलो कि मैं यहाँ इंतजार करूँगी. എന്താണ് ഇവിടെ, രാമനോട് പറയൂ. ഇവിടെ അപ്പം എന്താണ്, സേ എന്ന് വെച്ചാൽ ഓട്, രാമനോട്. സേ ക്യാ ഹെ, ഓട്. രാം സേ ബോലോ, രാമനോട് പറയൂ. എന്താണ്, മേ ഇന്തിസാർ കരൂങ്കി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം, രാമന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. രാമനോട് പറയൂ, ഞാൻ അവന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഓട് എന്നുള്ള മീനിങ് ആണ് സേക്ക് ഇവിടെ വരുന്നത്. ദെൻ കോ, സീതാക്കോ മേരി ആശീർവാദ് ദേന, സീതയ്ക്ക് എൻ്റെ ആശീർവാദം, എൻ്റെ അനുഗ്രഹം കൊടുക്കുക. സീതയ്ക്ക് എൻ്റെ അനുഗ്രഹം കൊടുക്കുക. അപ്പോൾ സീതയ്ക്ക്, സീത എന്ന ആ ഒരു സംഖ്യാ ശബ്ദത്തിൻ്റെ കൂടെ ക്ക് എന്ന് ചേർക്കുന്നു. സീതയ്ക്ക് എൻ്റെ അനുഗ്രഹം കൊടുക്കുക. അപ്പോൾ ഇവിടെ കോഡ് അർത്ഥം എന്താണ്, ക്ക്. ഓക്കെ, then उसके बाद लास्ट वन की, उनकी नज़र में वह लड़की अच्छी है. ഉൻകി നസർ മേം, അവളുടെ കാഴ്ചപ്പാടിൽ. ഉൻകി നസർ മേം, അവളുടെ. ഇവിടെ എന്ത് വന്നു, ഉടെ. കീ കാർത്ത് ഹേ, ഉടെ. അവളുടെ കാഴ്ചപ്പാടിൽ ആ പെൺകുട്ടി വളരെ നല്ലവളാണ്. ലടുക്കി ബഹുത് അച്ചി ഹെ, വളരെ നല്ലവളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കാരകവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ കാരക ചിഹ്നം എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്, സംജ്ഞ യാ സർവനാം ശബ്ദ് उसका संबंध क्रिया से जाना जाए उसे कारक कहते हैं. वाक्य में शब्दों का एक दूसरे से जो संबंध होता है, वाक्य में एक दूसरे से जो संबंध होता है, ഒരു വാക്യത്തിൽ പരസ്പരം വാക്കുകൾ തമ്മിലുള്ള ബന്ധം, ഒരു സംബന്ധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ശബ്ദങ്ങളെയാണ് കാരക ചിഹ്ന कहते हैं. അങ്ങനെയുള്ള ചിഹ്നങ്ങളെ കാരക ചിഹ്നം എന്ന് പറയുന്നു. അതുപോലെ കാരക ചിഹ്ന कितने प्रकार की होते हैं, 8 प्रकार की होती हैं. कर्म कारक, कर्ता कारक, करण कारक, संप्रदान कारक, अपादान कारक, संबंध कारक, अधिकरण कारक और लास्ट वन संबोधन कारक. ഓക്കെ, അപ്പോൾ ഏതൊരു സെൻറ്റൻസിലും കാരക ചിഹ്നങ്ങൾ വന്നാൽ അത് ഏത് കാരകമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബാക്കി